അങ്ങനെ രാത്രി ഒരു 2 മണിയായിട്ട് ഇവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലേ. പെട്ടെന്ന് ഇവർ കിടക്കുന്ന നേരെ മുകളിലത്തെ സീലിംഗിൽ നിന്ന് വലിയൊരു സൗണ്ട് കേട്ട്, അതായത് മാസീവ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം ചാടുന്ന സൗണ്ട്, ഒരു റോക്ക് പോലത്തെ എന്തോ വലിയ സാധനം ചാടുന്ന സൗണ്ട്. ഇത് കേട്ടിട്ട് ഇവർ രണ്ടുപേരും നല്ല പേടിച്ച് റെനനെ വിളിച്ച് എണീപ്പിച്ച്, റെനക്ക് ഇവർ ഈ സൗണ്ട് പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ തന്നെ പിന്നെയും ഇതേ സൗണ്ട് വന്നേ. അതായത് ഇവരുടെ നേരെ മുകളിലത്തെ ഫ്ലോർക്ക് എന്തോ വലിയ സാധനം ചാടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ആൻഡ് ഇവർ പേടിച്ചത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിൽ ഇവരുടെ ചുറ്റോറും ഈ റൂമിന്റെ ചുറ്റോറും ഒരു ലൂപ്പ് പോലെ റൗണ്ടിൽ ഇതേ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അതായത് ഇവരുടെ റൂമിന്റെ ചുറ്റും എന്തോ വലിയ സാധനം ഇങ്ങനെ വീന്ന്, അതിന്റെ അടുത്തത് വീന്ന്, അങ്ങനെ ഇങ്ങനെ ലൂപ്പ് കണക്കിന് റൗണ്ട് ചെയ്ത് ഈ സൗണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നതാണ്. ആദ്യം ഇവർ വിചാരിച്ച് നേരെ മുകളിൽ ചെക്കന്മാരെ അറിയണമായിരിക്കും, അവര് പേടിപ്പിക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവര് നല്ല പേടിച്ച്, നോർമൽ ആയിട്ടുള്ള ഒരു സംഗതി അല്ല നടക്കുന്നതെന്ന് മനസ്സിലായി. ഇവർ വേഗം ടീച്ചേഴ്സിനെ വിളിക്കാൻ തുടങ്ങി. ആൻഡ് ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 2:30 സമയമായിട്ടുണ്ടാവും. റൂമിൽ ഇങ്ങനെ എക്കോ കണക്കിന് ഇതിന്റെ സൗണ്ട് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ടീച്ചേഴ്സിനെ ഇവർ മാറി വിളിച്ചിട്ട് ഇവർ ആരും കോൾ എടുക്കുന്നില്ല. അങ്ങനെ ടീച്ചേഴ്സ് വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് ഇവർ അപ്പുറത്തെ റൂമത്തെ ഫ്രണ്ട്സിനെ വിളിച്ച് മാറി എല്ലാവരും ഡയൽ ചെയ്തിട്ടും ആരും കിട്ടുന്നില്ല. അങ്ങനെ ഇവിടെ ആരെയും വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ ഇവരുടെ വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി, സിബ്ലിംഗ്സിനെയും പാരന്റ്സിനെയും എല്ലാം വിളിക്കാൻ തുടങ്ങി. ആൻഡ് വേറൊരു സംഭവം ഉണ്ട്, ഇവർ ഈ റൂമിക്ക് വന്ന ടൈമിൽ ഈ റൂം അത്യാവശ്യം ക്ലീൻ ആയിരുന്നു, പക്ഷെ ബാത്റൂം ആരും ക്ലീൻ ആക്കി ഇടാത്ത പോലെ പഴയ ബാത്റൂം കണക്കിനുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം കണ്ടപാട് ഇവർക്ക് റൂം തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസത്തെ കാര്യമില്ലെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ നിന്നതാണ്. ഇത്രയായപ്പോ ഇവർ ഈ റൂമിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയും ആരോ വാതിലിൽ തട്ടിയതും എല്ലാം കണക്ട് ചെയ്യാൻ തുടങ്ങി. ഈ റൂമിന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ആരും ക്ലീൻ ആക്കാനൊന്നും ഇതിന്റെ ഉള്ളിൽ കയറാത്തത്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള റൂമാണോ എന്നുള്ള രീതിക്ക് ഇവരിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ആൻഡ് ഈ ടൈമിൽ ഇവർ മാറി ഡയൽ ചെയ്തപ്പോ ഹിബന്റെ സിസ്റ്റർ ഫോൺ എടുത്ത് അങ്ങനെ ഇവളോട് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇവള് ഇവരിങ്ങനെ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾക്കാണോ പേടി, നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ളവരല്ലേ, ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കുമോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരിങ്ങനെ കളിയാക്കുന്നതാണ്. ആൻഡ് ഇവള് പറഞ്ഞ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനാലിന്റെ അവിടെ പോയി നോക്ക്, പുറത്തേക്ക് കാണുമല്ലോ, അങ്ങനെ അറിയാലോ എന്താ സംഭവം എന്നുള്ളത് അറിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ പേടിച്ചാന്നുണ്ടെങ്കിലും ബെഡിൽ നിന്ന് എണീച്ചിട്ട് വിൻഡോന്റെ അടുത്ത് പോയി കട്ട് നിൽക്കുന്നുണ്ട്. ഈ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത വിൻഡോ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. പക്ഷെ എല്ലായിടത്തും നോക്കിയിട്ട് ഒന്നും കാണാനൊന്നുമില്ലേ, ഈ സൗണ്ട് മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവര് വിൻഡോന്റെ അടുത്ത് നിൽക്കുന്ന ടൈമിൽ ഇവരുടെ റൂമിൽ തന്നെ ഉള്ള ഒരു ലാമ്പ് ലൈറ്റ് പെട്ടെന്ന് അങ്ങ് പൊട്ടിയേ. അതായത് വേറെ ഈ റൂമിൽ ലൈറ്റ് ഉണ്ട്, പക്ഷെ ഈ ലൈറ്റ് വെറുതെ പെട്ടെന്ന് അങ്ങ് പൊട്ടിയേ. ഇതിന്റെ സൗണ്ട് അങ്ങ് കേട്ടത് ഇവർ മരണപ്പേടി മേടിച്ചേ. ഇനി എന്തായാലും ഇറങ്ങി ഓടുക, വേറെ വഴിയില്ല എന്നുള്ള രീതിക്ക് ഇവർ ഡോറിന്റെ അടുത്ത് പോയി. ഹിബ മുന്നിലും ബാക്കി രണ്ടാളും ബാക്കിലാണ് ഉള്ളത്. അങ്ങനെ ഹിബ ഡോറിന്റെ അടുത്ത് എത്തി. ഡോറിന്റെ അടുത്ത് തന്നെ നമ്മൾ കീ കാർഡ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ റൂമിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവൾ അത് എടുക്കാൻ വേണ്ടി കൈ ജസ്റ്റ് കാർഡിന്റെ മേലെ ഇങ്ങനെ വെച്ചതും റൂമിലെ ലൈറ്റ് എല്ലാം അങ്ങ് ഓഫ് ആയി പോയി. ഇവര് ലിറ്ററലി പേടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി കരയാൻ തുടങ്ങി.